Hi friends, welcome to our YouTube channel VJ Life Diary. Today we are going to unbox our GoPro Hero 7 Black. So I know that most of my friends are waiting for reviews and unboxing video for a long time, so sorry for the delay. Today I'll be covering unboxing and how to insert a memory card, battery, etc. All those stuff I will try to explain. Rest of the features like hyperlapse, time lapse, time warp, and how to update the software and how to install the desktop version and how to connect GoPro with the app. So I'll be explaining all these details in the next video, because if I'm trying to include all these things in a single video, it will be more lengthy and it will be like more than 30 minutes and all. So please wait for it. So let's start unboxing. നമ്മൾ ബോക്സിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ഈ ക്ലിപ്പിൽ നിന്ന്, അതായത് ഈ മൗണ്ടിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്യണം. അതിന് മുന്നായിട്ട് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു സാധനമുണ്ട്, അത് നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാം. നമുക്കിത് പ്രസ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ഇതുണ്ട് ക്ലിപ്സ് പോലെ, അതിങ്ങനെ പ്രസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്യാമറ നമ്മളിതിൽ നിന്ന് റിമൂവ് ചെയ്ത്, വളരെ ഈസിയാണ് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു കേസിലാണ് ക്യാമറ ഇരിക്കുന്നത്. നമുക്കത് റിമൂവ് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ നമുക്ക് ഊരാം. ഒരു ജസ്റ്റ് ഒരു ടാഗ് പോലെയാണ്, അത് പുതിയ പീസാണെന്നൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ്. ഓക്കെ, ഇനി മൗണ്ട് നമുക്ക് കേസ് ഒന്ന് വരാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഏരോ മാർക്ക് കാണുന്നുണ്ട്, അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ കേസിനുള്ള എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതായത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് GoProൻ്റെ 2 സ്റ്റിക്കറുണ്ട്. അത് ഈ ഹെൽമെറ്റ് മൂലം ഒക്കെ ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് അത് നമുക്ക് ഒട്ടിക്കാനായിട്ട്. പിന്നെ GoProൻ്റെ ആപ്പും, പിന്നെ എങ്ങനെ മൗണ്ട് ചെയ്യണം, ബാറ്ററി ഒക്കെ എങ്ങനെ ഫിക്സ് ചെയ്യണം, മെമ്മറി കാർഡ്, അതൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പല ലാംഗ്വേജസിലുണ്ടാവും. എന്തൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, 3M അല്ലേ? 3M മറ്റേ ഇത് ഹെൽമെറ്റ് മൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. 2 മൗണ്ട് ഉണ്ട് കേട്ടോ, 2 ടൈപ്പാണത്. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേബിള്, നമ്മുടെ ബാറ്ററി.
അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മെമ്മറി കാർഡും ബാറ്ററിയൊക്കെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് നമുക്കിവിടെ താഴെ ഇവിടെയാണ് നമ്മൾ ബാറ്ററിയും മെമ്മറി കാർഡും ഇടുക. പിന്നെ ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് മൈക്ക് അല്ലെങ്കിൽ HDMI കേബിൾ, USB കേബിൾ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പുള്ള് ചെയ്യുക ഇങ്ങനെ ആണോ. ഇവിടെ ബാറ്ററി ഇടണം, ഇവിടെ മെമ്മറി കാർഡ് ഇടണം. ഇതാണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇവിടെ ഞാനൊരു GoPro ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആദ്യം അൺബോക്സ് ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്ത് കളയണം. ഇത് മുറിച്ച് കളയാനൊക്കെ ഞാൻ പ്ലാൻ ഇട്ടിരുന്നതാണ്. മുറിച്ച് കളഞ്ഞെങ്കിൽ ഇപ്പോൾ പണിയായേനെ. കാരണം ആക്ച്വലി നമ്മൾ പ്രിൻ്റർ കാറ്റഡ്ജിലൊക്കെ നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ അതിലൊരു റിബൺ പോലെ ഉണ്ടാവും, സ്ട്രിപ്പ് ഉണ്ടാവും. അതെടുത്ത് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. കാരണം ഇതിൽ പിടിച്ച് വെച്ചിട്ടാണ് നമുക്ക് ബാറ്ററി പുറത്തോട്ട് ഊരേണ്ടത്. അപ്പോൾ ഈ സാധനം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഡിജിറ്റൽ ക്യാമറയിലാണെങ്കിൽ ഒരു ക്ലിപ്പ് റിലീസ് ചെയ്യുമ്പോൾ ആ ബാറ്ററി പുറത്തോട്ട് ഇജക്റ്റ് ആവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പുറത്തോട്ട് നല്ലൊരു ഇതിൽ ബലം കൊടുത്തിട്ട് നമുക്കൊന്ന് വലിക്കണം, എന്നാൽ മാത്രമേ ബാറ്ററി പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഈ GoProൻ്റെ ആ ഒരു ലോഗോ നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്ന രീതിയിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് ഇതാണ് കൺഫ്യൂസിങ് ആണ്. കാരണം എവിടെയും സിമ്പിൾ അല്ലെങ്കിൽ മാർക്കിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലെ ടെർമിനലും അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്കത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. GoPro ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം നമുക്ക്. ആണോ, ഇൻസേർട്ടായി. ഇനി പുറത്തേക്ക് വലിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക ചെയ്യേണ്ടത്. എന്താണ് ഇങ്ങനെ ആക്കിയതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് വളരെ ഇതെങ്ങനെ ഊരിപ്പോരാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ എങ്ങനെ ബാറ്ററി പുറത്തോട്ട് എടുക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരു ഇജക്റ്റിംഗ് മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. മറ്റ് ക്യാമറാസിലൊക്കെ ഉള്ള പോലത്തെ ആക്ഷൻ ക്യാമറ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, നമുക്ക് മെമ്മറി കാർഡ് നോക്കാം. ഇതിപ്പോൾ ഞാൻ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഈ GoProൻ്റെ കൂടെ കാർഡ് വരുന്നില്ല ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മൾ വേറെ വാങ്ങിക്കണം. ഇതിപ്പോൾ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നൊരു മെമ്മറി കാർഡാണ്. ഇതല്ല യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മളിത് ഇട്ടിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അപ്പോൾ അതൊരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ അത് റെക്കോർഡിങ് സ്റ്റോപ്പായിട്ട് ഓഫ് ആവുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ എന്തൊരു ഇഷ്യൂ ഉണ്ട്. ഇത് കമ്പാറ്റബിൾ അല്ല ഈ മെമ്മറി കാർഡ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ കാർഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ എവിടെയും മാർക്കിങ്സ് ഇല്ല എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തിക്നെസ് കൂടിയ ഭാഗം ടോപ്പിൽ വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഈ റൈറ്റിങ്സ് ഉള്ളത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ GoProൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണെങ്കിൽ പുറകിൽ ആയിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. വേണ്ട, ഈ റൈറ്റിങ്സ് പുറകിൽ വരുന്ന രീതിയിൽ അപ്പോൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് ലോക്കായി. അപ്പം ഇങ്ങനെയാണിത് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക, ജസ്റ്റ് ഒന്ന് വലിക്കുക. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ HDMI പോർട്ടുണ്ട്, USB പോർട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്യാമറ വാങ്ങിക്കുമ്പോൾ പോർട്ട് കിട്ടുന്ന കേബിൾ, അതായത് USB കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ എൻഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ പവർ ബാങ്കിൽ കുത്തുന്നതോടുകൂടി ഇത് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ HDMI പോർട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ മൈക്കൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. പിന്നെ അത് HDMIയിൽ നിന്ന് നമുക്ക് ക്യാമറയിൽ നിന്ന് സ്മാർട്ട് TV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് TVയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് നേരിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്ലോസ് ചെയ്യാം.